ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി സ്കിൻ കെയർ വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു ഫേഷ്യൽ ചെയ്യാൻ പോവാണ് വീട്ടിൽ നിന്ന് തന്നെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡെർമഡോക്കിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പേർപ്പിളിൻ്റെ ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ട് 180 ആണ്. ഞാൻ ഓഫറുള്ള സമയത്താണ് വാങ്ങിച്ചത്, അതുകൊണ്ട് കുറഞ്ഞ പ്രൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ വെയിറ്റ് വന്നിട്ട് 36 ഗ്രാമാണ്. അപ്പം ഇത് വിത്ത് നിയാസിനമൈഡ് ആൻഡ് സോഡിയം ആസ്കോർബിക് ആസിഡ് എന്തോ. അപ്പോൾ ഡാർക്ക് സ്പോട്ട് റിജക്ഷന് ഉള്ളൊരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ക്രുവൽറ്റി ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 5 സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ വരുന്നത്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമല്ല, ഈസി ആയിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് വൺ ക്ലെൻസർ, നമുക്കൊരു ക്ലീനപ്പ് പോലെ എല്ലാം ചെയ്യാം. പിന്നെ സ്ക്രബ്, ദെൻ ഒരു ടോണർ വരുന്നുണ്ട്, ദെൻ ഒരു ഫോർത്ത് വന്നിട്ട് ഒരു ക്രീം, ഫിഫ്ത്ത് വന്നിട്ട് പീൽ ഓഫ് മാസ്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ യൂസ് ചെയ്യാറേ അല്ല, ഏതായാലും യൂസ് ചെയ്യാൻ ആ ഒരു സമയം വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്തോ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചത്. അത് അത്രയും ടാനായ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് വാങ്ങിച്ചതെങ്ങാനാണ്. അപ്പം ഇതുവരെ യൂസ് ചെയ്തില്ല, ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എനിവേ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. നമുക്ക് ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ ക്ലെൻസർ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ അത് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നോർമൽ നമ്മൾ സ്ക്രബും ക്ലെൻസറൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്തല്ലോ. എൻ്റെ ഫേസ് ഇപ്പോൾ ഓൾറെഡി ക്ലെൻസ്ഡ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എന്തായാലും വേണ്ടല്ലോ, യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, കാരണം എനിക്ക് ഇങ്ങനത്തെ സ്കിൻ കെയറുകളൊക്കെ ചെയ്യാൻ രാത്രിയാണ് ഇഷ്ടം. ഇത് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം, പിറ്റേന്നാകുമ്പോൾ നമുക്ക് ആ റിസൾട്ട് നല്ല റിസൾട്ടാണുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലെൻസർ ഞാൻ ഈ ഒരു പാക്ക് പൊട്ടിച്ചിട്ടോ, കുറച്ച് എടുക്കാം ക്ലെൻസർ. ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് നനച്ച് വന്നിട്ടുണ്ട്, നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ ഒന്നുകൂടെ റിസൾട്ട് ഉണ്ടാകും, നമുക്കൊന്നുകൂടെ റിലാക്സ് ചെയ്യാം. ആ ഒരു മസാജൊക്കെ നല്ല ഫീൽ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് ചെയ്യുന്നത്, അപ്പോൾ അത്രയ്ക്ക് ഒരു ഇതുണ്ടാവില്ല. ജസ്റ്റ് ഒരു ക്ലീനപ്പിൻ്റെ ഒരു എഫക്റ്റൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഭയങ്കര എൻ്റെ കയ്യിലുള്ള ബോഡി ലോഷൻ്റെ സ്മെല്ലാണ്. എൻജോയ്മെൻ്റെ ബോഡി ലോഷൻ്റെ സ്മെല്ല്, യെല്ലോ വേരിയൻ്റില്ലേ, എക്സാക്ട് ആ ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല്. ക്ലെൻസർ തന്നെ എല്ലാം എടുക്കുക. മൈൽഡായിട്ടുള്ള ക്ലെൻസറാണ്, ലാദർ ആവുന്നില്ല ഒട്ടും. അപ്പം ഞാൻ കുറച്ചുകൂടെ എടുക്കുകയാണ്. നമ്മൾ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടാണോ ലാദർ ആവാത്തതെന്നറിയില്ലല്ലോ. ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു ക്ലെൻസറാണ്, കുറച്ച് തിക്കായിട്ടുള്ള, ഒട്ടും വാട്ടറി അല്ല. സോ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞത് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി മസാജ് ചെയ്തപ്പോൾ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ്. നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഡെഡ് സ്കിൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിട്ട് ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ സ്ക്രബിൻ്റെ പാക്ക്. നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെറ്റായിട്ട് നിൽക്കുന്നതിൽ സ്ക്രബ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കും. ഇവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്ക്രബ് വന്നിട്ടൊരു വൈറ്റ് കളറിലുള്ള സ്ക്രബാണ്. അതിലിങ്ങനെ ഗ്രീൻ ഗ്രാന്യൂൾസ് ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിനൊക്കെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞ എൻജാൻഡറിൻ്റെ ഒക്കെ ഒരു ബോഡി ലോഷൻ്റെ സ്മെല്ല്, ഒരു യെല്ലോ വേരിയൻറ്റ്. സോ നമുക്കത്
3 to 5 minutes മസാജ് ചെയ്യാം. മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്ബർ ആണ് കേട്ടോ ഇത്. ഗ്രാന്യൂൾസ് ഒക്കെ കുറവ് തന്നെയാണ്. സോ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പാറ്റർ ചെയ്യാം. ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു, പാറ്റ് ഡ്രൈ ഒക്കെ ചെയ്തു. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഉണ്ട്. അതിപ്പോൾ ഏതൊരു സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു ഫീലാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ വല്ലപ്പോഴുമാണ് സ്ക്രബ് ചെയ്യാറുള്ളത്. സോ ആ ഒരു രീതിയിലാണ് അങ്ങനെ. സ്ക്രബോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ഒക്കെ ഇട്ടാലും എനിക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് വന്ന പോലെ ഏതൊരു പാക്ക് ഇട്ടാലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്രീം നമുക്ക് മസാജ് ചെയ്യാനായിരിക്കും വേണ്ടത്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ആ ഒരു മസാജിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. ഈ ക്രീം നമ്മൾ കുറച്ച് എടുത്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഡയറക്ഷനിൽ മസാജ് ചെയ്തെടുക്കുക. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു സ്ട്രോങ് ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. സ്കിൻ കെയർ പ്രോഡക്റ്റിൽ അങ്ങനെ ഫ്രാഗ്രൻസ് ഉണ്ടാവാറില്ലല്ലോ പൊതുവെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ കുറച്ചധികം നേരം, ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് ചെയ്യണം കേട്ടോ. 10 to 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോരം സമയമുണ്ടോ. അപ്പം ഞാൻ മസാജ് ചെയ്തിട്ട് വരാം കേട്ടോ. അത്യാവശ്യം സമയം മസാജ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ പോയിട്ട് ഒന്ന് വെറ്റാക്കി അതിന് ശേഷം വീണ്ടും മസാജ് ചെയ്യാം കേട്ടോ. 10 to 15 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നല്ല ഇപ്പോൾ ഒരു മോയ്സ്ചറായിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട്, വെറ്റായിട്ടുള്ള കോട്ടൺ പാഡ് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. സോ ആ ഒരു രീതിയാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പീൽ ഓഫ് മാസ്ക് ആണ്. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ഫേഷ്യലാണ്. ഒരു ക്ലീനപ്പ് ഫീൽ നമുക്കുണ്ടാവും. പാർലറിലൊന്നും പോയി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാം. ഇതിങ്ങനെ മന്ത്ലി അല്ല വീക്ക്ലിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഞാൻ എന്തായാലും പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ബേണിങ്, ഒരു ചെറിയ ലൈറ്റായിട്ടൊരു ബേണിങ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയിട്ടോ. അത് ചില പ്രൊഡക്റ്റൊക്കെ എൻ്റെ സ്കിന്നിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. സോ അവർ പറയുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഇറിറ്റേഷനും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫേസിൽ യൂസ് ചെയ്താൽ മതി. എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട്. ടോണർ യൂസ് ചെയ്തിട്ടില്ല. ടോണർ യൂസ് ചെയ്യാതാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് ക്രീം ഫോർത്ത് സ്റ്റെപ്പാണ്, ടോണർ തേർഡ് സ്റ്റെപ്പാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വിട്ടുകൊടുക്കാം. ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുന്നു. എല്ലാം 6 gram എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ടൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഒരു രീതിക്കാണ്, ഒരു ക്ലിയർ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ. ഭയങ്കര തിക്കായിട്ടുള്ളൊരു പീൽ ഓഫ് മാസ്ക് ആണ്. ഐ തിങ്ക് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റിക്കി ഫീലാണ്. ഞാൻ ഈ ഒരു മാസ്ക് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് എനിക്ക് പേടിയായിട്ടുള്ളത്. ഞാൻ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ,
ഒരു പോളിഷിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് എവിടെ നിന്നോ വരുന്നുണ്ട്. ഒരു ലൈറ്റായിട്ട് ഒരു പോളിഷിൻ്റെ സ്മെല്ലില്ല, അങ്ങനത്തെ സ്മെല്ല് വരുന്നുണ്ട്. ആൻഡ് ഭയങ്കര സ്റ്റിക്കാണ്. അപ്ലൈ ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റുന്ന പോലുമില്ല, അത്രയ്ക്ക് സ്റ്റിക്കാണ്. പിന്നെ എനിക്ക് കണ്ണൊക്കെ നീറും പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്താ, നമുക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാം. തിന്നായി കഴിഞ്ഞാൽ ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റാറുണ്ടാവില്ല. പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് മതി. സോ ഗൈസ്, വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പം നമുക്കൊരു 20 or 15 minutes കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇത് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഗേൾസ്, അങ്ങനെ 15 minutesന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ ആകെ വലിഞ്ഞു മുറുകുന്നുണ്ട്, കാരണം മാസ്കിൻ്റെ അല്ലോ. സോ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് റിങ്കിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഇത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ ഡ്രൈ ആയപ്പോഴാണ് എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. എനിവേ ഗൈസ്, നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതെങ്ങനെ റിമൂവ് ചെയ്യാം? പീൽ ചെയ്തെടുക്കണം. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. ദൈവമേ എനിക്കിത് എവിടെയൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഇതെങ്ങനെ റിമൂവ് ചെയ്യും? കാരണം പേടി കൊണ്ടിട്ടോ. ഇതിങ്ങനെ നമ്മുടെ രോമം പറഞ്ഞു വരുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. ഇതിന് ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണിന് പ്രത്യേകിച്ച് കണ്ണിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊക്കെ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഈ പീലൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പീൽ ഓഫ് ചെയ്തു ഗൈസ്. അപ്പോൾ എന്നാലും ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. എനിവേ, അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഫ്രഷായ ഫീലുണ്ട്. പിന്നെ ബ്രൈറ്റ് ആയോന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഏതൊരു ഫേസ് പാക്കും ഫേസ് മാസ്ക് ഇട്ടാലൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനും എനിക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ലൂമിനസ് ഫീൽ ഒന്നുകൂടെ ഇതിനാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി ഏതെങ്കിലും മോയ്സ്ചറൈസർ, ഒരു ഡെയിലി സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലീനപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു ബ്രൈറ്റ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ തോന്നൽ മാത്രമാണോ അതല്ലെങ്കിൽ സത്യമാണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെയും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.